സർക്കാരിന് താല്പര്യമുള്ള ആഘോഷങ്ങളിലൊക്കെ നമ്മുടെ KSRTC പൊതുജനങ്ങൾക്ക് സൗജന്യ യാത്ര നൽകും. ശമ്പളത്തിനും പെൻഷനും വകയില്ലാത്ത ഇവർ അടുത്തിടെ നൽകിയ ഒരു സൗജന്യ യാത്ര കാണാം. ഈ വേദികളിൽ നിന്നും മറ്റു വേദികളിലേക്ക് കാണാൻ പോകുന്ന വീക്ഷിക്കാൻ പോകുന്ന ആളുകൾക്കും മറ്റുള്ളവർക്കും പോകാൻ വേണ്ടി വെള്ളയമ്പലം മുതൽ GPO വരെ 20 KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ സൗജന്യമായി ഓടുന്നതാണ്. ദോഷം മാത്രം പറയരുതല്ലോ. സർക്കാർ പണം കൊടുത്തു, വാടകയായി ഒരു തുക, അല്ലാതെ യാത്ര ചെയ്തവരുടെ എണ്ണം കണക്കാക്കി ടിക്കറ്റ് നിരക്കൊന്നുമല്ല. ഇതേ KSRTC ആണ് അയ്യപ്പ ഭക്തർക്കായി ശബരിമലയിലേക്ക് പമ്പ സ്പെഷ്യൽ സർവീസ് നടത്തുന്നത്. സ്പെഷ്യൽ എന്ന വാക്ക് അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, കൊള്ളയടിക്കുകയാണ്. നമ്മൾ KSRTCയിൽ നിങ്ങളും KSRTC അറിയാലോ, ഒരു ബസ് എന്ന് പറയുന്നത് സ്റ്റേജ് കാരിയറാണ്. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയും നിർത്തുന്നില്ലല്ലോ. എവിടെയും നിർത്താത്ത പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇതിനു വേണ്ടി, അത് മാത്രമല്ല ഈ സീസണിന് വേണ്ടി പ്രത്യേകം ഓടിക്കുന്ന ഒരു ബസ് ആയതുകൊണ്ടാണ് അത് സ്പെഷ്യൽ. കുത്തിത്തിരക്കി കയറുമ്പോൾ നമുക്ക് 80 രൂപ കൊടുത്താൽ ചാർജ് അധികം തന്നെ. തിരക്കില്ലാതെ വരികയാണെങ്കിൽ 80 100 കൊടുത്താലും കുഴപ്പമില്ല. സ്പെഷ്യൽ സർവീസിന് എമൗണ്ട് കൂടുതലാണ്. സീസണിൽ ഇത് കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വർഷങ്ങൾ മുൻപ് സർക്കാർ ഇറക്കിയ വിജ്ഞാപനം, ഈ വിജ്ഞാപനത്തിന്റെ നിയമ പിൻബലത്തിലാണ് KSRTC ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്നത്. KSRTC ശബരിമലയിലേക്ക് മാത്രമല്ല സ്പെഷ്യൽ സർവീസിന് അമിത നിരക്ക് വാങ്ങുന്നത്. മറ്റു ചില ക്ഷേത്രങ്ങളിലെ ഉത്സവകാലത്തും പള്ളിപ്പെരുന്നാൾ കാലത്തും ഭീമാപള്ളി ഉറൂസിനും സ്പെഷ്യൽ സർവീസ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ചൂഷണം ശബരിമല തീർത്ഥാടകരോട് മാത്രമാണ്. കാരണം ശബരിമല തീർത്ഥാടകരിൽ നിന്ന് ഓരോ വർഷവും 90 ദിവസമാണ് ഇങ്ങനെ അമിത നിരക്ക് വാങ്ങി KSRTC പമ്പയിലേക്ക് ബസ് ഓടിക്കുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിന് നട തുറക്കുമ്പോഴും. സ്പെഷ്യൽ സർവീസിന് മാത്രമായി പ്രത്യേക ടിക്കറ്റ് നിരക്ക് നിർണയിച്ചിട്ടുണ്ടെങ്കിലും ശബരിമല സർവീസിന് അതിനേക്കാൾ 25% അധികമാണ്. ഘാട്ട് റോഡ് അഥവാ മലയോര പാത എന്ന പേരിലാണ് ചൂഷണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശതകോടികളാണ് ശബരിമലയിൽ നിന്നുള്ള ഈ കാലത്തെ വരുമാനം. സർക്കാരിനും കിട്ടുന്നു ഇന്ധന നികുതി അടക്കം പരോക്ഷമായി വലിയ വരുമാനം. എന്നിട്ടും അയ്യപ്പ ഭക്തരോട് മാത്രം എന്തിനീ ചൂഷണം? ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.